വർഷങ്ങളായുള്ള സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ്, ജില്ലാ ആശുപത്രിക്ക് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. 75ാം റിപ്പബ്ലിക് ദിന വാർഷികം വിവിധ പരിപാടികളോടെ സൗഹൃദം സെന്റർ അമ്പിളി ഭവനിൽ ആഘോഷിച്ചു. സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ ദേശീയ പതാക ഉയർത്തി. പ്രശസ്ത സിനി സീരിയൽ നടി സി രമാദേവി, ഉഷ രാമചന്ദ്രൻ എന്നിവർ ദേശഭക്തി ഗാനാലാപനം നടത്തി. പ്രശസ്ത സിനി സീരിയൽ നടൻ എൻ നന്ദകിഷോർ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് വർഗീയത വളർന്നു വരികയാണെന്നും മതാധിഷ്ഠിത പ്രവർത്തനങ്ങൾ ഭരണകർത്താക്കൾ ചെയ്യുന്നത് രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മതത്തിന്റെ പേരിലോ ഒന്നിന്റെ പേരിലോ നമ്മളൊരു ആധിപത്യത്തിന് ശ്രമിക്കാത്തൊരു രാഷ്ട്രമാണ് പ്രാചീനകാലം മുതൽക്ക് ഇന്ത്യ. ഇന്ത്യ ശരിക്ക് പല ചിന്തകളുടെ പ്ലൂരാലിറ്റി എന്ന് പറയുന്നത് ബഹുസ്വരത. അതെ, ശരിക്കും ബഹുസ്വരത എന്ന് പറഞ്ഞാൽ വേറൊരുത്തന്റെ അല്ലെങ്കിൽ സഹിഷ്ണുത. ഞാനത് മാറ്റി മഹിഷ്ണുത നാക്കി. സഹിഷ്ണുതയിലെ സാമാക്കിയിട്ട് മഹിഷ്ണുത. വേറൊരാളുടെ അഭിപ്രായം, അത് വിവേകാനന്ദന്റെ പ്രസംഗം വളരെ ക്ലിയർ ആണ്. We believe not only in universal toleration, but we accept all religions as true എന്നാണ്. ഞങ്ങള് യൂണിവേഴ്സൽ ടോളറേഷൻ മാത്രമല്ല വിശ്വസിക്കുന്നത്, ഞങ്ങളെ എല്ലാ മതങ്ങളും സത്യമാണെന്ന് വിശ്വസിക്കുന്നു എന്നാണ്. അപ്പോ അങ്ങനെ വരുമ്പോ ഈ ഔദ്യോഗിക കാര്യങ്ങളിൽ ഇത് ഇടപെടാൻ തുടങ്ങുമ്പോഴാണ് അവിടെ ഈ ഔദ്യോഗിക കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഭരണകൂടമാണ്. ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുന്നത് ജനങ്ങളാണ്. ജനാധിപത്യത്തിൽ ജനങ്ങളെ മതത്തിന്റെ പേരിൽ അങ്ങ് സംഘടിപ്പിക്കുമ്പോ ഇവര് പറയുന്നത് കേൾക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക് ഒരു കോടതി ഓർഡർ ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ മതത്തിന്റെ ആളുകളോടൊക്കെ അപ്രീതി വരാത്ത തരത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. കോടതി ഓർഡർ വരെ ഉണ്ട്. അങ്ങനെയുള്ള ചർച്ചകൾ ഈ കക്ഷി കക്ഷി തർക്കത്തിലായിട്ട് നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പോലും സാധിക്കാത്ത തരത്തിലേക്ക് രാജ്യം മാറുന്നത് അപകടമാണ്. അത് ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. മനുഷ്യന്റെ ബെനിഫിറ്റിന്, ജാതിമത വർഗവർണ്ണങ്ങൾക്ക് അതീതമായിട്ടുള്ള ബെനിഫിറ്റിന് വേണ്ടിയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലകൊള്ളുന്നത്. യഥാർത്ഥത്തിൽ മതത്തിന് അതീതമായ ഒരു ഭരണ സംവിധാനമാണ് വേണ്ടതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ ഒരു ദശാബ്ദമായി രാജ്യത്ത് വർഗീയ കലാപങ്ങളും അക്രമങ്ങളും വർദ്ധിച്ചു വരുന്നതിൽ അദ്ദേഹം ആശങ്ക രേഖപ്പെടുത്തി. സാമ്പത്തിക അസമത്വവും തൊഴിലില്ലായ്മയും ജനങ്ങളെ അലട്ടുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. 105 രാഷ്ട്രങ്ങള് നമ്മുടെ രാഷ്ട്രത്തെക്കാൾ ദാരിദ്ര്യം കുറഞ്ഞ രാഷ്ട്രങ്ങൾ 105 രാഷ്ട്രങ്ങൾ നമ്മുടെ മുകളിലാണ്. നമ്മൾ 105ാം സ്ഥാനത്ത്, വളരെ താഴെയാണ്. സമ്പദ് വ്യവസ്ഥയില് ലോകത്തിൽ 4ാം സ്ഥാനത്ത് നിൽക്കുന്ന, അഭിമാനപൂർവ്വം നിൽക്കുന്ന ഇന്ത്യ ദാരിദ്ര്യ സൂചികയില് പോവർട്ടി ഇൻഡെക്സില് 105ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ള ദയനീയത നമ്മൾ മനസ്സിലാക്കി. അതേ സമയത്ത് കേരളത്തില് അതിദരിദ്രരില്ലാത്ത ഒരു സംസ്ഥാനമായി, ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി കേരളം നവംബർ 1-ാം തീയതി ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. ഇവിടെ ആകെയുള്ളത് കഴിഞ്ഞ വർഷത്തെ കണക്കെടുപ്പ് അനുസരിച്ച് 65,000 പേര് മാത്രമാണ് ഇവിടെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുള്ളവരെ. അത് ഈ നവംബർ 1-ഓടുകൂടി അവരെ ദാരിദ്ര്യം ഇല്ലാതാക്കുകയും അവരെ ദാരിദ്ര്യ ആ രേഖയിൽ നിന്ന്, പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത് അവരെ ഉയർന്ന ലെവലിലേക്ക് ഉയർത്താനും അങ്ങനെ സാധിക്കും എന്നതുകൊണ്ട് കേരളം അങ്ങനെ ദരിദ്രരില്ലാത്ത രാജ്യത്തെ ഏക സംസ്ഥാനമായി മാറാൻ പോകുന്നു എന്നുള്ളത് അഭിമാനപൂർവ്വം ഈ വേളയിൽ നമ്മൾ ഓർക്കേണ്ടതാണ്.
പ്രശസ്ത ഗാനരചയിതാവും കവിയുമായ സി രാമചന്ദ്രമേനോന് സമഗ്ര സംഭാവനയ്ക്കുള്ള സൗഹൃദം സെന്ററിന്റെ സർഗപ്രതിഭ അവാർഡ് ഡോക്ടർ പുത്തേഴത്ത് രാമചന്ദ്രൻ സമ്മാനിച്ചു. അവാർഡ് ചിത്രം തണുപ്പിന്റെ സിനിമോറ്റോഗ്രാഫർ PS മണികണ്ഠൻ, MA മ്യൂസിക്കിൽ 1ാം റാങ്ക് ലഭിച്ച അനുശ്രീ ദീപക് എന്നിവരെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. കുറ്റിപ്പുഴ രവി, പ്രൊഫസർ D നീലകണ്ഠൻ, ഉഷ രാമചന്ദ്രൻ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. റിപ്പബ്ലിക് ദിന ചിന്തകൾ എന്ന വിഷയത്തിൽ അഡ്വക്കേറ്റ് TS മായാദാസ് പ്രഭാഷണം ചെയ്തു. നല്ല നല്ല സൗകര്യമുള്ള സാധനങ്ങൾ അവിടെ നിന്ന് വന്നു. ഗ്ലാസ് ഹൗസും പെരിസ്റ്റോയ്ക്കും വന്ന് റഷ്യ തകർന്ന് തരിപ്പണമാവുന്നതും ചീട്ടുകൊട്ടാരം പോലെ പോകുന്നതും കാണുന്ന ഒരു കാഴ്ച ഞാൻ നിങ്ങളും കണ്ടു. ചൈനയെ കുറിച്ചാണ് പിന്നീട് ഞാൻ ഏറ്റവും കേട്ടത്. ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ ദശലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ടാങ്കിനിരയായി എന്ന് കേട്ടപ്പോൾ ദുഃഖിച്ചവരാണ് നമ്മൾ ഓരോരുത്തരും. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും, നിങ്ങൾ ഏത് രാജ്യം വേണമെങ്കിലും എടുത്തോളൂ. മ്യാൻമാർ എന്ന് പറയുന്ന രാജ്യം ബുദ്ധിസ്റ്റുകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം. മ്യാൻമാർ, ബർമ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ദാരിദ്ര്യത്തിലാണ്, ദുഃഖത്തിലാണ്, ദുരിതത്തിലാണ്. ഏറ്റവും കൂടുതൽ വംശീയ കലാപങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധത്തിന്റെ നാട്ടിൽ പോലും കലാപങ്ങളും കുഴപ്പങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ ആങ് സാൻ സൂക്കി എത്ര വർഷമാണ്, 27 വർഷക്കാലം തന്റെ ജീവിതത്തിന്റെ സിംഹഭാഗം ജയിലിലായിരുന്നു എന്ന് ആലോചിക്കുക. ശ്രീലങ്കയിലാണെങ്കിൽ പുലികളുടെ ശല്യം ഒന്ന് ഒഴിഞ്ഞു പോയിട്ടേ ഉള്ളൂ. തമിഴന്മാർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു പ്രദേശമായി മാറി. നിങ്ങൾ ആലോചിക്കണം, ഈ നാട്ടിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് പോയി ശ്രീലങ്കയെ സ്വർണ്ണഭൂമിയാക്കിയ ആളുകളാണ് തമിഴന്മാർ. അവിടുത്തെ ആളുകൾ ജാഫ്ന ഉൾപ്പെടെയുള്ള ഒരു വലിയ പ്രദേശം മുഴുവൻ ഭൂരിപക്ഷമുള്ള തമിഴ് ഭൂരിപക്ഷമുള്ള ആളുകൾ അവരുടെ സ്വത്വത്തെ പോലും അംഗീകരിക്കാത്ത ആളുകൾ. അങ്ങനെ വിവിധ രാജ്യങ്ങളെ പറ്റി നമ്മൾ സംസാരിച്ചു. റഷ്യയെ പറ്റി നമ്മൾ പറഞ്ഞു, അതുപോലെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളെ പറ്റി, ചൈനയെ പറ്റി പറഞ്ഞു, നമ്മുടെ നേപ്പാളിനെ പറ്റി, ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ പറയേണ്ട ഒരു രാജ്യം ബംഗ്ലാദേശാണ്. കഴിഞ്ഞ ആഗസ്റ്റ് മുതൽ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭവും അതിനെ തുടർന്ന് ഷെയ്ഖ് ഹസീന രാജിവെക്കുകയും ഷെയ്ഖ് ഹസീനയ്ക്ക് നാട് വിട്ടു പോകേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ടായി. നിങ്ങൾക്കറിയാം, അവിടെ നടക്കുന്ന വംശീയ കലാപങ്ങളും അവിടെ നടക്കുന്ന ബുദ്ധിമുട്ടുകളും. ഇതെല്ലാം ചിന്തിക്കുമ്പോൾ ഒരല്പമെങ്കിലും ഭേദമല്ലേ എൻ്റെ നാട്? ഡെമോക്രസി എന്ന് പറയുന്ന ഒരു പദം, ജനാധിപത്യം എന്ന് പറയുന്ന ഒരു പദത്തിന് അർത്ഥം എന്താ? നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. രാജവാഴ്ചയാണ് നല്ലത് എന്ന് പല ആളുകളും പറയാറുണ്ട്. രാജവാഴ്ചയാണ് നല്ലത്, ഒരർത്ഥത്തിൽ ശരിയാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നും. ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ കാണുമ്പോൾ ഇത് രാജാവ് നിർമ്മിച്ചതാണ് എന്ന് പറയുമ്പോൾ 150 വർഷം കഴിഞ്ഞും ആ ബിൽഡിങ്ങിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ജനാധിപത്യ ഭരണത്തിൽ ആ ബിൽഡിങ് 10 വർഷം കഴിയുമ്പോഴേക്കും പൊടിഞ്ഞ് പപ്പട കഷ്ണം മാതിരിയായി. എന്തുകൊണ്ട്? റിപ്പബ്ലിക്കിനെ നേരിടുന്ന ഏറ്റവും വലിയ തിന്മ എന്ന് പറയുന്ന അഴിമതിയാണ്. സുമാർ അലീക്കോട് പറഞ്ഞ മാതിരി ജനങ്ങളുടെ പണം മോഷ്ടിച്ച് പ്രതിയായി ജയിലിൽ കിടക്കുന്നവരാണ് ജനപ്രതിനിധി. സുമാർ അലീക്കോടിന്റെ വാചകമാണ്. അങ്ങനെ പണം മോഷ്ടിക്കുന്ന ആളുകളായി മാറിയത് കൊണ്ടാണ് പലപ്പോഴും രാഷ്ട്രീയക്കാരോട് ആളുകൾക്ക് പുച്ഛമുണ്ടായത്. ഉണ്ണികൃഷ്ണൻ വീരിപ്പാക്ക, KS സിദ്ദിഖ് ചർച്ചയിൽ പങ്കെടുത്തു. അവാർഡ് ജേതാക്കളായ C രാമചന്ദ്രമേനോൻ, PS മണികണ്ഠൻ, അനുശ്രീ ദീപക് എന്നിവർ മറുപടി പ്രസംഗം നടത്തി. തുടർന്ന് നടന്ന കവിയരങ്ങ് റഷീദ് പാറയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു. സ്വപ്നശ്രീ, സുരേഷ് കുമാർ പാർലിക്കാട്, ഭാനുമതി ഉണ്ണികൃഷ്ണൻ, രവീന്ദ്രൻ ഇരിങ്ങാലക്കുട, PG പുതുരുത്തി, നിഖിൽ VM, സാലി തോമസ് എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു. ദേവകി ചെമ്പുക്കാട്ടിന്റെ പ്രാർത്ഥനയോടെ ആരംഭിച്ച പരിപാടിയിൽ കൺവീനർ TN നമ്പീശൻ സ്വാഗതവും ജോയിന്റ് കൺവീനർ ജോൺസൺ കുന്നമ്പിള്ളി നന്ദിയും പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.